ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം RRB JEയുടെ 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം RRB JEയിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്ട്സുകളാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, മാത്സ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഈ 4 ടോപ്പിക്കുകളാണ് സബ്ജക്ട്സുകളാണ് എക്സാം പാറ്റേണിൽ നമ്മുടെ JEയുടെ എക്സാം പാറ്റേണിൽ വരുന്നത്. അതിൽ മാത്സിന് CBT 1-ൽ 30 മാർക്കാണ്, 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്കാണ്. അതേപോലെ റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്കാണ്. അതേപോലെ ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്കാണ്. ജനറൽ സയൻസിന് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്കാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ഈ 3 സബ്ജക്ട്സുകൾക്കാണ് വെയിറ്റേജ് കൂടുതലെന്ന് പറയുന്നത്. അതിൽ ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്കാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ CBT 2-ലേക്ക് പോവുകയാണെങ്കിലും ഈ ജനറൽ അവയർനെസ്സിന് അവിടെ വെയിറ്റേജ് വരുന്നത് 15 മാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മുടെ JEയുടെ എക്സാം പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ തുടക്കം മുതലേ RRB JEക്കായിട്ട് ജനറൽ അവയർനെസ് ആണോ ആദ്യം പഠിക്കേണ്ടത്, ജനറൽ അവയർനെസ് തുടക്കത്തിലേ പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ തന്നെ ജനറൽ അവയർനെസ്സിൽ ഏത് ടോപ്പിക്കിനാണ് നമ്മൾ മെയിനായിട്ട് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് എടുക്കുമ്പോൾ ജനറൽ അവയർനെസ്സിൽ മെയിനായിട്ട് വരുന്ന സബ് ടോപ്പിക്കുകളാണ് കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കോണമി, അതേപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, സ്പോർട്സ്, ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എക്സെട്ര തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ വരുന്നത്. നമ്മൾ 2024 കഴിഞ്ഞ റെയിൽവേ എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ RRB JE, അതേപോലെ ALP, NTPC തുടങ്ങിയ എക്സാംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ കൂടുതൽ പോർഷൻസ് നിന്നും കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. ഇപ്പം ജനറൽ അവയർനെസ്സിന് 10 മാർക്കാണ് വെയിറ്റേജ്. ഇപ്പോൾ ALP എക്സാമിന് 10 മാർക്കാണെങ്കിൽ ആ 10 മാർക്കിൽ 7 മാർക്കും കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ JEയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ 15 ക്വസ്റ്റ്യൻസിൽ ഒരു 10ഓളം അല്ലെങ്കിൽ ഒരു 8-9 പല ഷിഫ്റ്റുകൾ അനുസരിച്ചിരിക്കും. ചില ഷിഫ്റ്റിൽ 8 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു, ചില ക്വസ്റ്റ്യൻസിൽ 9 ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 7 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോൾ ബാക്കി വരുന്നത് 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 7 മാർക്കൊക്കെയാണ് ബാക്കി വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 7 മാർക്കിലാണ് ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ RRB JEക്കായിട്ട് ജനറൽ അവയർനെസ് തുടക്കത്തിലേ പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് തുടങ്ങിയ സബ്ജക്ട്സുകൾക്കാണ് വെയിറ്റേജ് കൂടുതൽ. അപ്പം മാത്സും റീസണിങ്ങും സയൻസും ഒക്കെ നിങ്ങൾ തുടക്കത്തിലേ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഇപ്പം ജനറൽ അവയർനെസ്സിനെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജനറൽ അവയർനെസ്സിനെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ ടൈം അതിനായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനായിരിക്കണം ജനറൽ അവയർനെസ് എന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾ മെയിൻ മുൻതൂക്കം കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം പഠിക്കേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ മാത്സ്, റീസണിങ്, ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒരു 2 മാസം അല്ലെങ്കിൽ നിങ്ങൾ മാത്സ്, റീസണിങ്, ജനറൽ സയൻസും ഒക്കെ ഒന്ന് സെറ്റായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ നിങ്ങൾ ജനറൽ അവയർനെസ്സിൻ്റെ ബാക്കി ടോപ്പിക്സ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നാണോ ജോഗ്രഫിയിൽ നിന്നാണോ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ആ ഏരിയാസ് നോക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ആ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. നിങ്ങൾ 30 മാർക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ. അതായത് 15 മാർക്ക് CBT 1-നും 15 മാർക്ക് CBT 2-നും ഉണ്ട് ജനറൽ അവയർനെസ്സിന്. അപ്പം നിങ്ങൾ CBT 1-ൽ മാത്രം ജനറൽ അവയർനെസ് പഠിച്ചാൽ പോരാ, നമ്മൾ CBT 2-ലും ജനറൽ അവയർനെസ് പഠിക്കണം. അപ്പം ജനറൽ അവയർനെസ് പഠിക്കുമ്പോൾ ഒരു 30 മാർക്കിൻ്റെ വേണ്ടതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് മെയിനായിട്ട് നിങ്ങൾ തുടക്കം മുതലേ നോക്കി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേന് വലിയ പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ അവയർനെസ്സിലെ ബാക്കി ടോപ്പിക്സ് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ലൊരു ശതമാനം മാർക്ക് ആ 15 മാർക്കിൽ നിന്ന് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കുക.
അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളുടെ വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കൂടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക. ബാക്കിയുള്ള ടൈം പിന്നീട് വരുന്ന നിങ്ങളുടെ ഇപ്പോൾ മാത്സും റീസണിങ്ങും ജനറൽ സയൻസ് ഒക്കെ ഒരുവിധം നിങ്ങൾ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഒരു 50% ആയി എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ വേണം നിങ്ങൾ ജനറൽ അവയർനെസിന്റെ ബാക്കി ടോപ്പിക്സ് പഠിച്ചു തുടങ്ങാനായിട്ട്. ചിലർക്ക് ജനറൽ അവയർനെസ് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ആ ടോപ്പിക്കുകൾ പഠിച്ചാലും മറന്നു പോകാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ച് ജനറൽ അവയർനെസ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ പഠിച്ചു വെച്ചിരുന്നാൽ എക്സാം ആകുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സുകൾ മുൻതൂക്കം കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സും ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളുടെ 2024 എക്സാം ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിച്ചാലും അവരുടെ ഒരു സ്ട്രാറ്റജി ഇത് തന്നെയായിരുന്നു. മിക്ക സ്റ്റുഡൻസിൻ്റെയും ഒരു സ്ട്രാറ്റജി കറണ്ട് അഫയേഴ്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ജനറൽ അവയർനെസ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം RRBJയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ഡിസംബർ 10 വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഫീ പേയ്മെൻറ്റും കൊടുത്തെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ ഏണസ് അക്കാഡമിയിൽ നമ്മൾ RRBJയ്ക്കായിട്ട് CBT 1-നും CBT 2-ൻ്റെയും കോഴ്സസ് അവൈലബിൾ ആണ്. CBT 1-ന് പ്രീമിയം ലൈവ് ബാച്ചസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.